എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നാം 3 നോയമ്പിലൂടെ കടന്നുപോയി 2ാമത്തെ ദിവസത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. നാം പലപ്പോഴും ഉറങ്ങിയ അവസ്ഥയിലും മന്ദമായ അവസ്ഥയിലുമാണ് ജീവിക്കുന്നത്. യോനയ്ക്ക് സംഭവിച്ചത് അതായിരുന്നു. അവന് തെറ്റുപറ്റി അവൻ ഒളിച്ചോടുന്ന വേളയിലും അവൻ അതൊന്നും ചിന്തിക്കാതെ വളരെ സ്വസ്ഥമായി കിടന്നുറങ്ങുകയായിരുന്നു. നാമും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയാണ്. നമ്മുടെ ചുറ്റുമുള്ളവരെയും നമ്മാൽ നയിക്കപ്പെടേണ്ടവരെയും എല്ലാം വിട്ടുകൊണ്ട് എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി സ്വസ്ഥമായി കിടന്നുറങ്ങുന്ന ഒരു സ്വഭാവമുള്ളവരാണ് നാം ഓരോരുത്തരും. അങ്ങനെ ഉറങ്ങാതെ ഉണർന്നിരുന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച ആ ക്രിസ്തുവിനെ മാതൃകയാക്കിക്കൊണ്ട് ആ ഗുരുവിൻ്റെ പാത പിന്തുടരുവാൻ നമുക്ക് സാധിക്കണം. 3-4 പ്രാവശ്യം വന്ന് തൻ്റെ ശിഷ്യരെ ഉണർത്തി, നിങ്ങൾ ഉറങ്ങാതെ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ എന്ന് പഠിപ്പിച്ച ആ ക്രിസ്തുവിനോടുകൂടി ആ ഗുരുശിഷ്യ ബന്ധത്തിലേക്ക് നാം ഓരോരുത്തരുമായി തീരണം. ക്രിസ്തു കൂടെയുള്ളപ്പോൾ നമുക്കൊന്നും ഭവിക്കുകയില്ല. കാറ്റടിച്ചു, കൊടുങ്കാറ്റടിച്ചു, പടകാകി ഇളകുന്നു, ക്രിസ്തു ശാന്തമായി കിടന്നുറങ്ങുകയായിരുന്നു. ഈ ലോകത്തിൻ്റെ എല്ലാം സൃഷ്ടാവായ ദൈവം കൂടെയുള്ളപ്പോൾ നമ്മെ ആരാണ് നശിപ്പിക്കുക? അങ്ങനെ ക്രിസ്തുവിനോടുകൂടി ഉറങ്ങുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ക്രിസ്തുവിനോട് ചേർന്നിരിപ്പാൻ, ക്രിസ്തുവിനോടായിരിക്കാൻ. എല്ലായ്പ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം ഉറങ്ങുന്നവരായി തീരാതെ ഉണർവോടുകൂടി ആ ക്രിസ്തുവിനെ ചേർന്നിരിപ്പാൻ, ചേർന്നിന്ന് പ്രാർത്ഥിപ്പാൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. യോനായി ഉറങ്ങുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം വളരെ ഭീകരമാണ്. നാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടി ആരുമറിയാതെ, ആരും ശ്രദ്ധിക്കാതിരിക്കുമെന്ന് വിചാരിച്ച് ഉറങ്ങുമ്പോൾ നമ്മെ ഈ ലോകത്തിലേക്ക് അയച്ച ദൈവം നമ്മ ഏത് സാഹചര്യത്തായിരുന്നാലും അവൻ നമ്മെ കാണുന്നുണ്ട്. തൻ്റെ ഭൃത്യന് ഉറങ്ങുമ്പോൾ പോലും അവൻ ആവശ്യമുള്ള നൽകുന്ന കർത്താവിനെ നമുക്ക് സങ്കീർത്തന പുസ്തകങ്ങളിൽ കാണാം. ആരൊക്കെ തള്ളിക്കളഞ്ഞാലും ആ തള്ളിക്കളഞ്ഞവരുടെ ഇടയിൽ നമ്മെ ഉന്നതനാക്കുന്ന ദൈവത്തെ നമുക്ക് കാണാം. അതുകൊണ്ട് നാം എല്ലാവരും ഉറങ്ങുന്നവരല്ല, ഉണർവിൻ്റെ മക്കളായി തീരുവാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ. ഈ നോമ്പ് അതിനൊരു കാരണമായി തീരട്ടെ. ഈ നോമ്പിലൂടെ അതേവരെയും സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ നോമ്പ് ഏവർക്കും അനുഗ്രഹമുള്ളതായി തീരട്ടെ. ആമീൻ. നിലുവയിലെന്നോണം ഞങ്ങളിലലിയണമേ, വിമുഖത പാപികളാമിവരിൽ കാട്ടിടരുതേ. അൻപുടയോനേ, നിൻ വാതിലടച്ചെന്നാൽ മുട്ടി വിളിപ്പാനില്ലയോ മറ്റൊരു വാതിൽ.